അഡ്വക്കേറ്റ് കെ സരൺകുമാർ അങ്ങേക്ക് പറയാവുന്ന പൂർത്തിയാക്കാം. അതിനുശേഷം ശ്രീ എൻ പി ചെക്കുടിയിലേക്കും ശ്രീ ശ്രീകുമാറിലേക്കും പോകേണ്ടതുണ്ട്. അതായത് വനാവകാശ നിയമം വന്നത് 2006-ലാണ്. ആ 2006-ന് മുൻപ് വനത്തിൽ താമസിച്ച മുഴുവൻ ആളുകൾക്കും ഗവൺമെന്റ് പട്ടയം കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കണക്ക് പ്രകാരം വനാവകാശ നിയമം വരുന്നതിന് മുമ്പ് കാടിനുള്ളിൽ താമസിക്കുന്ന കുടുംബം 32,000-ആണ്. ആ 32,000 പേർക്കും പട്ടയം കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഖാവ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുമ്പോഴാണ്. 2006-ന് ശേഷം കാട്ടിലേക്ക് കയറിയവർ, അതിനുശേഷം താമസം ആരംഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു കുടുംബം 2006-ന് മുൻപ് കാട്ടിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇത്തരത്തിൽ രേഖ കിട്ടാത്തതോ ഭൂമി കിട്ടാത്തതോ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ വളരെ പെട്ടെന്ന് സത്വരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അതിദാരിദ്ര്യ സർവേ നടത്തി ഈ കേരളം അതിദാരിദ്ര്യ വിമുക്തമായി എന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ പറയുന്ന കണക്കുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടല്ല. ദാരിദ്ര്യവും അതിദാരിദ്ര്യവും വ്യത്യസ്തമാണ്. അതിദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ച് ഇവിടെ പറഞ്ഞല്ലോ 5% ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ, അതെല്ലാം 2006-ന് ശേഷം വനത്തിൽ താമസിച്ച രേഖകളില്ലാത്തവരാണ്. കൃത്യമായി പറയുന്നു, 2006-ന് ശേഷം വനത്തിനുള്ളിൽ വന്ന് താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതിൽ രേഖയില്ലാത്ത മുഴുവൻ ആളുകളും ഈ സർവേയുടെ ഭാഗമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം ഇപ്പോൾ ഈ കഴിഞ്ഞ 4.5 കൊല്ലമായി ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ കിട്ടി. അപ്പോൾ ഈ ചിത്രകളവ് പറയുകയാണ് അഡ്വക്കേറ്റ് കെ സരൺകുമാർ. അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന, അവർക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ ഇങ്ങനെ സംശയിക്കുന്നത് ശരിയാണോ? ഇതിൽ രാഷ്ട്രീയ താല്പര്യങ്ങളില്ലല്ലോ, അവർക്കിടയിൽ പ്രവർത്തിക്കുന്നവരല്ലേ. ഇതിപ്പോൾ ചിത്രം മാത്രമല്ലേ, ഗോത്ര മഹാസഭ ഇന്ന് പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുണ്ട്. അവരും ഈ കണക്കുകൾ പറയുന്നുണ്ട്. അവരും അവർക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ. ഒറ്റ മിനിറ്റ്, ഞാൻ പറയുന്നത് വസ്തുതയാണ്, രേഖയാണ്, ഗവൺമെന്റിന്റെ കണക്കുകളാണ്. ആ കണക്കുകളുടെ അകമ്പടിയോടെയാണ് ചിത്രം പറയുന്നത് ജീവിതാനുഭവമാണ്. അരുൺകുമാർ, നിങ്ങൾ പറയുന്ന രേഖ തയ്യാറാക്കിയത് ആരാണ് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അത് ആധികാരികമാണോ ആ കണക്കെന്ന ചോദ്യമുണ്ടല്ലോ. അവിടെ പോയി നോക്കേണ്ടവർ നോക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. MLA-യോട് പരാതിപ്പെടുന്നു, ജില്ലാ കളക്ടറോട് പരാതിപ്പെടുന്നു, ഇവരൊന്നും അങ്ങോട്ട് നോക്കുന്നില്ല. മന്ത്രി കേളുവിന്റെ മണ്ഡലത്തിലെ സ്ഥിതി അടക്കമാണ് പറയുന്നത്. അല്ല, അത് ഈ ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നത് നമ്മൾ കേൾക്കുകയാണല്ലോ. ഇതിന്റെ വസ്തുത കൂടി പരിശോധിക്കണമല്ലോ. അപ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണല്ലോ CK ജാനു. CK ജാനുവിന്റെ അമ്മയുടെ പേരിൽ 2.5 ഏക്കർ സ്ഥലമാണ് ഈ ഗവൺമെന്റ് അനുവദിച്ചത്. സഖാവ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് 2.5 ഏക്കർ. ഞാൻ ഈ ചാനൽ ചർച്ചയിലല്ലേ പറയുന്നു, വസ്തുത പരിശോധിച്ച് നോക്ക്. അപ്പൊ ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും കുറവുണ്ടോ അത് പരിശോധിക്കാൻ വകുപ്പും ഗവൺമെന്റും എല്ലാം തയ്യാറാണ്. ആധികാരികമായിട്ട് കേവലം 5% ആദിവാസികളെ അതിദരിദ്രരായിട്ടുള്ളൂ, അങ്ങനെയാണോ അങ്ങ് കരുതുന്നത്? അതായത് 2006-ന് വനാവകാശ നിയമം വന്നതിന് മുൻപ് വനത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭൂമി നൽകി. ഈ ഗവൺമെന്റ് ഭൂമി നൽകി. ആ ഭൂമി നൽകിയ ആളുകൾ ആരും ഈ മാനദണ്ഡങ്ങളിൽ അതിദാരിദ്ര്യ സർവേയുടെ മാനദണ്ഡത്തിൽ വരില്ല. 2006-ന് വനാവകാശ നിയമം വന്നതിന് ശേഷം വനത്തിനുള്ളിൽ പോയി താമസിച്ചവർ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ആ താമസിച്ച മുഴുവൻ ആളുകളും, രേഖയില്ലാത്തതും ഭൂമിയില്ലാത്തതുമായ മുഴുവൻ ആളുകളും ഈ സർവേയിൽ പെട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ആരെങ്കിലും പെടാത്തതുണ്ടോ, അത് ഇന്നതുണ്ടെന്ന് ചൂണ്ടിക്കാണിക്ക്. ഇപ്പൊ മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗം അവസാനിപ്പിച്ചെങ്ങനെയാ? ഇത് അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. ഈ അതിദാരിദ്ര്യം വീണ്ടും തലപൊക്കാതെ നമുക്ക് ഉറപ്പ് വരുത്തണം എന്നതാണ്. അതായത് ഈ 64,006 പേർ വീണ്ടും അതിദാരിദ്ര്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള മാർഗം തുടരുമെന്ന് അത് മന്ത്രി വിശദീകരിച്ചു. ശരി, അത് സമ്മതിക്കും, നല്ല കാര്യം. പക്ഷേ നിങ്ങൾ നടപ്പാക്കിയതിന്റെ മാനദണ്ഡം, നിങ്ങളുടെ സർവേയുടെ മാനദണ്ഡമാണ് ശ്രീ NP ചെക്കുട്ടി ചോദിച്ചത്. ഇതിനൊരു അന്താരാഷ്ട്ര മാനദണ്ഡമുണ്ട്. ഇതൊരു അനൗപചാരിക സർവേ എന്ന് ചീഫ് സെക്രട്ടറി പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതൊരു ഔപചാരിക കണക്കാക്കുക? അല്ല, ചേക്കുട്ടി എത്ര പറഞ്ഞാലും സ്വകാര്യ ഏജൻസിയെ കൊണ്ടൊന്ന് പഠിപ്പിക്കണം, പരിശോധിക്കണം എന്ന് പറഞ്ഞല്ലോ. നമുക്കറിയാം, ഈ നാട്ടിലെ ഗ്രാമസഭയേക്കാൾ വലിയ ഒരു സഭയുണ്ടോ, ഒരു ഏജൻസി ഉണ്ടോ? ഒരു 100-200 വീട്, 100-150 വീട്, ആ വീട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും മുഖാമുഖം അറിയാവുന്നവർ, അതിൽ രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷം, സന്നദ്ധ സംഘടന, കുടുംബശ്രീ, തൊഴിലുറപ്പ്, വായനശാല, ക്ലബ്ബ്, റെസിഡൻസ് അസോസിയേഷൻ, അവരെല്ലാം കൂടിയിരുന്ന് ഇന്നന്നെ ആളുകൾ അതിദരിദ്രരാണ്, ഇന്നന്നെ ആളുകൾ അതിദരിദ്ര പട്ടികയിൽ പെടില്ല, അങ്ങനെ എടുത്ത് 8 തവണയാണ് പരിശോധിച്ചത്. അതിലും വലിയ ഏജൻസി ശ്രീ ചേക്കുട്ടി ഈ ലോകത്തില്ല. ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും കൃത്യമായിട്ടുള്ള പോക്ക് നാട്ടുകൂട്ടം കൂടാത്തതിനെ കുറിച്ചാണ് ചിത്ര പറഞ്ഞത്. നാട്ടുകൂട്ടം പോലും കൂടാത്തതിനെ കുറിച്ചാണ് ചിത്ര സൂചിപ്പിച്ചത്. അങ്ങ് പറയുന്ന ഗ്രാമസഭ
നാട്ടുകൂട്ടല്ല, ഊരുകൂട്ടം, ആദിവാസി വിഭാഗങ്ങൾക്കിടയിലുള്ള ഊരുകൂട്ടം കൃത്യമായി അതിന്റെ പ്രൊമോട്ടർമാർ കൂടുന്നുണ്ട്. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ കൃത്യമായി അങ്ങ് പറയുന്ന ഈ പ്രൊമോട്ടർമാർ പറ്റിക്കൽ നടത്തുകയാണെന്ന് ചിത്രം പറയുകയാണ്. അതുണ്ടെങ്കിൽ പരിശോധിക്കണം. ആര് പരിശോധിക്കും അരുൺ? ആര് പരിശോധിച്ചിട്ടാണ് ഈ കണക്ക്, ഈ കൊണ്ടുവരുന്ന കണക്ക് അതേപടി എടുക്കുമ്പോൾ ഈ ചെക്കും സൂപ്പർ ചെക്കും ഒക്കെ നടത്തിയെന്നാണല്ലോ പറയുന്നത്? സൂപ്പർ ചെക്കിന് ശേഷം വരുന്ന പ്രതികരണങ്ങളാണ്. സുമതി, ഒറ്റ മിനിറ്റ്. ഈ കേരളത്തിലുള്ള എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ. നമുക്കറിയാം 99 സീറ്റിൽ LDF ഭരിക്കുമ്പോഴും 43.5% വോട്ടേ LDFിനുള്ളൂ. 56% അപ്പുറത്താണ്. ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഗവൺമെന്റിന്റെ പദ്ധതി ജനങ്ങളിൽ എത്തിക്കാൻ നിൽക്കുന്നവരല്ല. ആരെങ്കിലും പ്രൊമോട്ടർമാരുടെ ഭാഗത്ത് കുറവുണ്ടെങ്കിൽ പരിശോധിക്കണം. അത് ശരി. നിങ്ങൾ ഈ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് ഇനി എന്ത് പരിശോധിക്കാൻ? നിങ്ങൾ ഇവിടെ അതിദാരിദ്ര്യമേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് പരിശോധിക്കാൻ? ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാൻ. എത്ര ഉദ്യോഗസ്ഥന്മാർ, എത്ര ജില്ലകളിൽ, എത്ര ഗ്രാമങ്ങളിൽ, എത്ര പഞ്ചായത്തുകളിൽ കണക്കെടുക്കൂ? ഒന്ന് കേൾക്ക്, ഒന്ന് ക്ഷമിക്ക്, ഒന്ന് കേക്ക് ക്ഷമിക്ക്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം എന്താ? 4,60,000 വീട് ഈ LDF പണതോടു. 4,60,000 വീട് പണതോടുന്ന്. അതായത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് എത്രയാ? 3,447 ദിവസമായി. ഒരു ദിവസം 133 വീട് സമർപ്പിക്കുന്നുണ്ട്. 100 വീട് പ്രഖ്യാപിച്ചിട്ട് ഒറ്റ വീട് കൊടുക്കാത്ത കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ചൂരൽമല മുണ്ടക്കൈയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ച ആൾ വന്ന് പറയാ ഇവിടെ വെറും 4,60,000 വീടേ കൊടുത്തോളൂ എന്ന്. അതേതായാലും അംഗീകരിച്ചല്ലോ. ആ മനസ്സിൽ നിന്ന് അതെങ്കിലും അംഗീകരിച്ചല്ലോ. അതുകൊണ്ട് ഇവരെത്ര ആക്ഷേപം ഉന്നയിച്ചാലും ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.